അപ്പായോട് വഴക്കിടും. ഓ ഫാദർ ഓഫ് മാഡ് ലവ്, ഭ്രാന്തമായി മനുഷ്യനെ സ്നേഹിക്കുന്ന അപ്പ. യു ഹാവ് ലവ്ഡ് യുവർ സൺ മോർ, യു ലവ്ഡ് മാൻ മോർ ദാൻ യുവർ സൺ. നിൻ്റെ മകനേക്കാൾ കൂടുതൽ നീ മനുഷ്യരെ സ്നേഹിച്ചില്ലേ എന്ന്. അതിൻ്റെ പേരിലാണല്ലോ ഇവൻ ക്രൂശിക്കപ്പെടേണ്ടി വരണത്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഈശോ പിതാവുമായിട്ട് ചില സമയത്ത് ഭയങ്കര ഹോട്ട് ആൻഡ് ഹീറ്റ് ഡയലോഗ് വരും. പക്ഷെ ഒടുവിൽ അപ്പ പറയും, സാരമില്ല, കൂടുതൽ ചിലവാകും. അപ്പ പറയും, ശരി ജീസസ്, ഇറ്റ്സ് ഓക്കെ, കൂടുതൽ ചിലവാകും, അത് നീ തിരിച്ചു വരുത്തല്ലേ, ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ തന്നെ തന്നോളാം. അപ്പ ഇങ്ങനെ പറയുമ്പോഴാണ് ആളെ ബലം പ്രാപിക്കുന്നത്. ആളെ ഉപരി തൻ്റെ മഹത്വം അതിൽ പറയും, എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലെ വാനം മേഘങ്ങളുടെ കൂടെ എഴുന്നള്ളി വരുമ്പോൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പ പറഞ്ഞാണ് തിരികെ വരുമ്പോൾ പിന്നെ തിരിച്ച് പോണത് വന്ന പോലെ ആയിരിക്കത്തില്ല. വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആയിരിക്കും പോണത്. എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി കുരിശിൽ, നിൻ്റെ കുരിശിൻ്റെ ബലികളിൽ എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി വരുന്നെങ്കിൽ ഐ വിൽ റീഫണ്ട് ഇറ്റ് എന്ന് അപ്പ പറയും. അപ്പ പറഞ്ഞിട്ടാണ് ഈശോ പറയണത്. അപ്പ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും സഹോദരനെ സന്ധിക്കുന്നതിൽ ചിലപ്പോൾ ചിലവാകേണ്ടി വരും, അപ്പോൾ ഐ വിൽ റീഫണ്ട് ഇറ്റ്. ഇവിടെ നമ്മുടെ കുടുംബജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്.